ശ്രീ വി വസീഫ്, ഇവിടെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഏതോ ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് ഇരയുടെ പേര് വെളിപ്പെടുത്തുക. അതിനെപ്പറ്റി അറിവുണ്ടോ, അതോ ആരോപണം ഇതിന്റെ ആരോപണം മാത്രമാണോ വസീഫ്? ഈ സന്ദീപ് വാര്യർ ചെയ്തതെന്താ? സന്ദീപ് വാര്യർ ഞാൻ നേരത്തെ ഇട്ട പോസ്റ്റ് അല്ലെങ്കിൽ ആ ഫോട്ടോ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ പോസ്റ്റ് ഇടുകയാണ്. ഈ സന്ദീപ് വാര്യരുടെ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഹ്വാനവും കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ കേരളത്തിൽ ഈ പറയുന്ന അതിജീവിതയെക്കുറിച്ച് വലിയ ചർച്ചകൾ വന്നത്, ആ ഫോട്ടോകൾ പല ഗ്രൂപ്പുകളിലും പല ഹാൻഡിലുകളിലും വന്നത്. ഇന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം ബ്ലോക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ അതിജീവിതയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് കോൺഗ്രസ് നേതാവ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ഷൈൻ നാട്ടിക ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തു പോലും. ഇങ്ങനെ വ്യാപകമായി ഇവരുടെ നേതൃത്വത്തിൽ ഈ അതിജീവിതയെ ആക്രമിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, അപമാനിക്കുകയാണ്. ഇത് ഒരു താക്കീതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. അതായത് കോൺഗ്രസ് എന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നില്ല, കോൺഗ്രസിനെ ഇന്ന് ഹൈജാക്ക് ചെയ്യുന്ന ഗൂഢസംഘം ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഞങ്ങൾക്കെതിരെ കളിച്ചാൽ കളി ഞങ്ങൾ പഠിപ്പിക്കും, ആരും അതിന് മെനക്കെടേണ്ടതില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങൾ തോന്നിയതുപോലെ ജീവിക്കും, ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇന്നും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു വെക്കുക. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് പറയേണ്ടി വന്നില്ലേ? ഗതികേട് കൊണ്ടല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന തരത്തിലേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. എന്താ അത് പറയാൻ കാരണം? അദ്ദേഹം പറയാ, എനിക്ക് അവൻ്റെ സകല ചരിത്രവും എനിക്കറിയാം, എന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ഞാൻ പറയും. എന്താ ഇതിൻ്റെ ഉദ്ദേശം? എന്താ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹത്തിന് വരെ അത്രയും അക്രമമുണ്ടായി, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ നിന്നുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചത്. അവരെ തിരിച്ചു വെല്ലുവിളിക്കുകയാണ്. അതാ സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ കാണേണ്ടത്, ഇന്നത്തെ കോൺഗ്രസിനെ ഈ ഒരു പ്രത്യേക സംഘം ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആ സംഘം ബോധപൂർവമായി ഇവിടെ എല്ലാ തോന്നിവാസങ്ങൾക്കും പിടിക്കുന്ന ഒരു സംവിധാനത്തെ വളർത്തിയെടുത്തിട്ടുണ്ട്. അവർ മെസ്സേജ് അയച്ചാൽ അവരുടെ ഒരു വല്ലാത്ത PR ടീം അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക. അതൊക്കെ ആക്ഷേപവും തെറിവിളിയും ഒക്കെ അവർ നടത്തിക്കോട്ടെ. പക്ഷേ അവർ നോക്കൂ, നിങ്ങൾ ഞങ്ങളെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ CR ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ മാത്രമൊന്നുമല്ല, കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കളും ഞങ്ങളതൊക്കെ പല തവണയും ആശ്മിയും നമ്മളൊക്കെ അത് സംസാരിച്ചതാണ്. അത് ഞങ്ങൾ പല തവണയും ഇങ്ങനെയുള്ള ചില പേജുകളെയൊക്കെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. പലരെയും ചീത്ത വിളിക്കുന്ന ആളുകളുടെയും അങ്ങനെ ചീത്ത വിളിക്കരുത് എന്ന് പറയുകയും ആ പേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഞങ്ങൾ തള്ളി പറയാറുണ്ട്. പക്ഷെ അതല്ല ഇവിടെ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു, സമാനതകളില്ലാത്ത പ്രശ്നമാണ് ഇവിടെ ഒരു പെൺകുട്ടി അനുഭവിച്ച വല്ലാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ തുറന്നു പറഞ്ഞാലെങ്കിൽ അത് അവസാനിച്ചു എന്ന് കരുതി അവിടെയും വീണ്ടും പ്രകോപനവും വെല്ലുവിളിയുമായി വന്നു. വീണ്ടും ഈ പെൺകുട്ടി പരാതിയുമായി വന്ന സമയത്ത് അവരെ എന്ത് ചെയ്യാണ്? അവരുടെ ചിത്രം ഉപയോഗിച്ച് വ്യാപകമായി ആക്രമിക്കുക. അതിന് KPCCയുടെ ജനറൽ സെക്രട്ടറി നേതൃത്വം കൊടുത്തു. അതിന് വീക്ഷണം പത്രം എല്ലാവിധ പിന്തുണയും കൊടുത്ത് ആഹ്വാനവുമായി വന്നു എന്ന് പറയുമ്പോൾ, ധാർമ്മിക പിന്തുണ കൊടുത്തു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ കോൺഗ്രസ് പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ രാഷ്ട്രീയമായി കോൺഗ്രസിന് സംഭവിച്ച അപജയത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവർ നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ചെവിയിൽ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ച സംഭവമല്ലേ? സമാനതകളുള്ള സംഭവമാണ്. മറ്റേതെങ്കിലും സംഭവങ്ങളോട് ചേർത്ത് കെട്ടാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത്? ഒരിക്കലുമല്ല. അങ്ങനെ ചേർത്ത് കെട്ടാൻ പറ്റില്ല. അങ്ങനെ ആശ്മിക്ക് അഭിപ്രായമുണ്ട് എന്ന് എനിക്കും തോന്നുന്നില്ല, ഒരാൾക്കും ഉണ്ടാകില്ല. മാത്രമല്ല അങ്ങനെ ചേർത്ത് കെട്ടാനും പാടില്ല. ഇനി ചേർത്ത് കെട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാട്ടർ ബോട്ടറി അധാർമികമാണ്. ശ്രീ വസീഫ്, ഇവിടെ ഷഹീർ അലി നരിക്കോട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നേതാവ്, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൽ നിങ്ങളുടെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴും ഇത്തരത്തിൽ അവരുടെ പേര് പറയുന്നില്ലെങ്കിലും ഈ പറഞ്ഞ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിലുള്ള മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ. അത് ഡിലീറ്റ് ചെയ്യാൻ അങ്ങ് പറയണം. ഷഹീർ അലി നരിക്കോട് എന്നാണ് പേര്. ഈ പറയുന്ന രീതിയിൽ എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥലവും ഒക്കെ പറഞ്ഞിട്ടായിട്ടേക്കുന്നേ, അദ്ദേഹത്തിന്റെ സ്ഥലം അടക്കം പറഞ്ഞിട്ടായിട്ടേക്കുന്നേ. പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.